നല്ല മഴയുണ്ട്. നമ്മൾ കിലോ ബിരിയാണി മേടിച്ചാലാ? നല്ല തീരുമാനം, മേടിക്കാം. ബിരിയാണിയൊക്കെ പറയാം. കിലോ ബിരിയാണി തിന്നണമെന്നുള്ള ഉദ്ദേശവുമായി ഞാൻ നെടുമങ്ങാട് ഇവിടെ എത്തി. ഓക്കെ, അതെ അതെ. പാവം കേട്ടാ മരി. എടാ നല്ല മഴ ഉണ്ടാടാ, ബിരിയാണി മേടിച്ചാ? എനിക്ക് അത് കേട്ടാ മതി. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ മക്കളെ, ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റൂല. ഇതെടുത്തോ, നമുക്ക് അപ്പുറത്ത് വീട്ടിൽ പോകാം. മഴ ആയതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ സ്ഥലമില്ല, പിന്നെ രണ്ടാമത് ചെളിയും തുളിയൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഇലയും വെട്ടിക്കൊണ്ട് ചിറ്റേരെ വീട്ടിലോട്ട് പോയി. ചിറ്റേരെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ തന്നെ ഇലയും വെട്ടി ഇല അങ്ങ് സൈസാക്കി നിരത്തി അങ്ങ് വെച്ച് ഇലയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ബിരിയാണി ഇങ്ങനെ അങ്ങോട്ട് തട്ടിയിട്ട് അമ്മയാണ് ഇത് പൊട്ടിച്ചൊക്കെ. കാരണം എനിക്ക് റബ്ബറിൻ്റെ ഒരു ചുറ്റുണ്ട്, റബ്ബറിൻ്റെ ചുറ്റും നമ്മളൊക്കെ എന്ന് വെച്ചാൽ കടിച്ചാണ് പൊട്ടിക്കുന്നത്. അമ്മ കറക്റ്റിന് അങ്ങ് ഇളക്കിയെടുക്കും. അങ്ങനെ 4 കിലോ മേടിച്ചിട്ട് എത്രയും പേർ കൂടെ 4 കിലോ മേടിച്ചിട്ട് അപ്പുറത്തെ ചിറ്റയും കൂടെ പോയി വിളിച്ചുകൊണ്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിയും. 4 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരു മുട്ട ഞാൻ ഈ നൈസായിട്ട് എടുത്ത്. കാരണം ഇനി ഇതവിടെ വച്ചില്ലെങ്കിലേ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാകും. കാരണം അമ്മ ഇങ്ങനെ കുറുകി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുട്ട ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ഇറച്ചി കഷ്ണം, അതിൻ്റെ മഞ്ഞക്കുരു ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ചോറും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊരു ഇളക്കുണ്ട്. സൂപ്പർ അടിപൊളിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് കഴിച്ചുകൊണ്ട സമയത്താണ് അമ്മച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരഞ്ഞു നോക്കണ്ടേ. എന്തോ അമ്മയുടെ കയ്യിൽ നിന്ന് മിസ്സായി. ഞാൻ ചോദിച്ചു എന്തിനാണ് പക്ഷെ മുട്ടയില്ലേ? മുട്ട കണ്ടില്ല. കാണാത്ത മുട്ടയുടെ വിഷമമായിട്ട് അമ്മ സൈഡ് ഇരിക്കുമ്പോൾ ഇവിടെ ഒരുത്ത സലാഡിൻ്റെ റബ്ബർ. ഈ റബ്ബർ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതൊരു ചെറിയൊരു പ്രശ്നമില്ല. റബ്ബർ ഇങ്ങനെ ചുറ്റി കണ്ട ഇവിടെ ഒരുത്ത കടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചില്ലി മേടിച്ചായിരുന്നു, സെറ്റ് ചില്ലി ആയിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, ഒരു സന്തോഷമൊക്കെ ഉണ്ട്.